ഇതുണ്ട്, ഇതൊരു സ്പോഞ്ചിലാണ് വളർത്തുന്നത്, മണ്ണൊന്നുമല്ല. നമ്മുടെ നാടൻ കാന്താരി വരെ നമ്മളിത് മണ്ണില്ലാതെ ഹൈഡ്രോപോണിക്സ് വളർത്തുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തൊരു പ്ലാന്റാണ് ഇത് ഈ കാണുന്നത്. ചൈനക്കാരനാണ്, കണ്ടില്ലേ, ഇത് ഇങ്ങനെയാണ് ഇത് വളരുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ആയിട്ട്. ഈ പുതിനയുടെ ഉണക്കിയത്, അതായത് ഡ്രൈഡ് വെർഷൻസും പിന്നെ ഇതിൻ്റെ തൈകളും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. മണ്ണില്ലാത്ത കൃഷി രീതി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഇതെന്തോ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നൊരു ടൊമാറ്റോസ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് മണ്ണിൽ വളർത്തുന്ന ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണിൽ വളർത്തുന്നതിനേക്കാളും ക്വാളിറ്റി കൂടിയ ടൊമാറ്റോസാണിത്. കൃഷി നല്ലോണം ചെയ്യണം, കുറച്ച് സ്പേസേ ഉള്ളൂ, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, ബാൽക്കണി മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഈ കോമ്പാക്ട് സിസ്റ്റം ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ സൈസ് ടൊമാറ്റോ നമുക്ക് 1200 കിലോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. നമുക്കൊരു ചെറിയ സ്പേസിൽ 38 പ്ലാന്റ്സ് വളർത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ സിസ്റ്റമാണ്. നമുക്ക് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഹൈഡ്രോപോണിക്സിൽ വളർത്താം. ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ എന്തായാലും കസ്റ്റമേഴ്സ് ഉറപ്പാണ്. ഇതാണ് ഒരു പ്ലാന്റിൻ്റെ സൈസ്. ഇത്രയും നല്ല ലഷായിട്ട് വളരുന്ന ഒരു ടെക്നിക്കാണ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കൃഷി ഒരു 11 വർഷമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പറയുകയാണ്. ഇത്രയും പോസിറ്റീവ്സ് പറഞ്ഞതിനൊപ്പം തന്നെ ഇതിന് കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും IT പ്രൊഫഷണൽസ് ആണ്. ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഹൈഡ്രോപോണിക്സ് കൃഷി രീതി. പക്ഷേ അതിൽ ഏറ്റവും സന്തോഷവും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ബെസ്റ്റ് ഇന്നോവേറ്റീവ് ഐഡിയ ഇൻ ഫാമിങ്ങിനുള്ള അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയതാണ്. നമ്മളൊരു 11 വർഷം മുന്നേ ഹൈഡ്രോപോണിക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കേട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും കേരളത്തിൽ ഇങ്ങനെ ഈ ഒരു കൃഷി ഇത് ചെയ്യുന്ന ആൾക്കാരേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ച സമയത്തും അധികം ആൾക്കാർ ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നില്ലായിരുന്നു. ആ സമയത്ത് ഒരു ബാംഗ്ലൂരിൻ്റെ സെല്ലറിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വിത്തും അതിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 1-2 പച്ചമുളകിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് 400 ടൊമാറ്റോ വയ്ക്കാൻ പറ്റും. നമ്മൾ ഹാർവെസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ സൈസിലുള്ള ടൊമാറ്റോസ് നമ്മൾ ഈ ഒരു സെറ്റപ്പിന് 1000 സ്ക്വയർ ഫീറ്റ് ഏരിയക്കകത്ത് നമുക്ക് 400 പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റുന്നതെന്ന് ഈ സൈസ് ടൊമാറ്റോ നമുക്ക് 1200 കിലോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഹൈഡ്രോപോണിക്സിൽ നമ്മൾ തക്കാളി മാത്രമല്ല, ഇവിടെ പുതിനയും ഇതുപോലുള്ള ഇലച്ചെടികൾ കുറേ വളർത്തുന്നുണ്ട്. പുതിനയുണ്ട്, കെയിലുണ്ട്, പോക്ചോയുണ്ട്, പൊന്നാങ്കണ്ണി ചീരയുണ്ട്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ക്രോപ്സ് നമ്മൾ യൂഷ്വലി വെക്കാറുണ്ട്. കഴിഞ്ഞൊരു സീസണിൽ വെണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ പ്ലാന്റ്സും നമുക്ക് ഹൈഡ്രോപോണിക്സിൽ വെക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു പുതിനയുടെ ലീഫിൻ്റെ സൈസ് കണ്ടോ. അപ്പോൾ ഇതുമാതിരി ക്വാളിറ്റിയുള്ള വെജിറ്റബിൾസ് ആയിരിക്കും നമുക്കൊരു ഹൈഡ്രോപോണിക്സിൽ നിന്ന് കിട്ടുന്നത്. കണ്ടില്ലേ, നല്ല ഫ്രഷായിട്ട് നല്ല ഫ്രാഗ്രൻസ് ഉള്ള വലിയ ലീവ്സ് ഉള്ള പുതിനയാണ് ഈ കാണുന്നത്. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പ്ലാന്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 250-300 ഗ്രാം നമുക്ക് കിട്ടുന്ന രീതിയിൽ ഇതിനകത്ത് 180 പ്ലാന്റ്സ് വെക്കാൻ പറ്റുന്നൊരു വെർട്ടിക്കൽ സിസ്റ്റമാണ് ഈ കാണുന്നത്. ഈ ക്വാളിറ്റിയുള്ള പുതിനയ്ക്ക് നല്ല ഡിമാൻഡാണ്. നമ്മളിതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കട്ടിങ്സ് ചെറിയ ചെറിയ ബഞ്ചസ് ആയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ ഫ്രണ്ട്സിനിടയിലൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. ഈ പുതിനയുടെ ഉണക്കിയത്, അതായത് ഡ്രൈഡ് വെർഷൻസും പിന്നെ ഇതിൻ്റെ തൈകളും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പുതിനയുടെയും പൊന്നാങ്കണ്ണിയുടെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മളിത് വളർത്തുന്നത് പ്രത്യേകിച്ച് ഹൈഡ്രോപോണിക്സിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ്, പക്ഷേ ഇത് മണ്ണിലും വളർത്താൻ പറ്റും. ഇതുണ്ട്, ഇതൊരു സ്പോഞ്ചിലാണ് വളർത്തുന്നത്, മണ്ണൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ സ്പോഞ്ചിൽ വളർത്തുന്നത് തന്നെ ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ആണ്. നമ്മളിത് സാധാരണ കൊറിയർ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മണ്ണിലാണ് വയ്ക്കുന്നതെങ്കിൽ കൊറിയർ അയക്കുമ്പോഴേക്കും മണ്ണെല്ലാം പൊടിഞ്ഞ് നാശമാവും. പക്ഷേ ഈ ഒരു സ്പോഞ്ച് ആകുമ്പോഴേക്കും അതിന് യാതൊരു അനക്കവും സംഭവിക്കത്തില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആൾക്കാരുടെ കിട്ടുന്ന രീതിയിലാണ് നമ്മളിതിനെ സ്പോഞ്ചിൽ വളർത്തുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ പുതിനയുടെയും തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിന തൈകൾ. നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തൊരു പ്ലാന്റാണ് ഇത് ഈ കാണുന്നത്. ഇതിൻ്റെ പേരാണ് പോക്ചോയ്. ചൈനക്കാരനാണ്, ചൈനീസ് ക്യാബേജിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടൊരു പ്ലാന്റാണ്. ഇതിൻ്റെ നമുക്ക് ലീഫി വെജിറ്റബിളാണ്, ഇലയും തണ്ടുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. മെയിനായിട്ട് സൂപ്പ്, സലാഡ്സ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലീഫി വെജിറ്റബിളാണിത്. ഈ കാണുന്നത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഒരു 48 പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റുന്നൊരു കോമ്പാക്ട് ഹൈഡ്രോപോണിക് സിസ്റ്റമാണ്. ഇതെല്ലാം നമുക്ക് ഡിസസംബിൾ ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വെച്ചിരിക്കുന്നത് പോക്ചോയാണ്, ചൈനീസ് ക്യാബേജിൻ്റെ ഒരു വെറൈറ്റി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഹാർവസ്റ്റിന് റെഡിയാണ്. അടുത്ത ഒരാഴ്ചയും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത് ഇങ്ങനെയാണ് ഇത് വളരുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് ഇത് വളരുന്നത്. കണ്ടോ. അപ്പോൾ ഈ ഒരു കോമ്പാക്ട് സിസ്റ്റത്തിൻ്റെ പകുതി വരുന്നത് 24 പ്ലാന്റ്സ് വളർത്താൻ പറ്റുന്ന വേറൊരു സിസ്റ്റവും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി, അത് കൃഷി നല്ലോണം ചെയ്യണം, കുറച്ച് സ്പേസേ ഉള്ളൂ, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, ബാൽക്കണി മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഈ കോമ്പാക്ട് സിസ്റ്റം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇങ്ങനെ വളർന്നിരിക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ്. ഇതും നമ്മുടെ ഒരു ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഒരു പ്ലാന്റ് ഇതേ ഇത്രയും സൈസ് വരും. ഇതാണ് ഒരു പ്ലാന്റിൻ്റെ സൈസ്. ഇത്രയും നല്ല ലഷായിട്ട് വളരുന്ന ഒരു ടെക്നിക്കാണ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കറി വെച്ച് ചീര പോലെ കറി വെച്ച് കഴിക്കാൻ പറ്റുന്നൊരു ചീരയാണ് പൊന്നാങ്കണ്ണി. പച്ചക്കറി, ഇലക്കറി മാത്രമല്ല, നമുക്ക് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഹൈഡ്രോപോണിക്സിൽ വളർത്താം. ഇതും മീഡിയ ബേസ്ഡ് സിസ്റ്റത്തിലായിരിക്കുന്നത്. മണ്ണില്ലാത്തൊരു മീഡിയത്തിലാണ് നമ്മൾ ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് ഫീഡ് ചെയ്താണ് ഇതിനെയൊക്കെ വളർത്തുന്നത്. ഇതും ഒരു മണ്ണില്ല കൃഷിയാണ്, ഹൈഡ്രോപോണിക് ആണ്. മീഡിയ ബേസ്ഡ് എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ ചകിരിച്ചോറിൻ്റെ മിക്സറിലാണ് ചെടി വളർത്തിക്കുന്നത്. ഇത് വച്ചേക്കുന്നത് ഒരു സെൽഫ് വാട്ടറിങ് പോട്ടിനകത്താണ്. അതായത് ഇത് കണ്ടില്ലേ, ചെടിയുടെ വേര്, ഈ ചെടിയുടെ വേരെല്ലാം താഴെ കാണുന്ന ഒരു ന്യൂട്രൻ ടാങ്കിനകത്തുനിന്ന് ന്യൂട്രൻസ് വലിച്ചെടുത്താണ് വളരുന്നത്. കൂടാതെ ഇതിനകത്തൊരു തിരിയുണ്ട്. ആ തിരി വെച്ചിട്ട്
ഈ ന്യൂട്രിയൻസ് ഈ മണ്ണിലേക്ക് സോക്ക് ചെയ്ത് വളരുന്നൊരു ടെക്നിക്കാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രോപോണിക് രീതികളിൽ ഒരെണ്ണമാണ് ഈ വിക്ക് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇരിക്കുന്നത് കാന്താരി മുളകാണ്. ജസ്റ്റ് നല്ല ഫ്രൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നേ ഉള്ളൂ, കണ്ടില്ലേ. കുറച്ച് ഹാർവസ്റ്റ് കഴിഞ്ഞു, അടുത്ത ബാച്ച് റെഡിയായി വരുന്നുണ്ട്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇലച്ചെടികൾക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഫാംസ് ഉണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കത് ഇലച്ചെടികളാണ് വളർത്തുന്നത്. പക്ഷേ നമ്മളിവിടെ കൂടുതൽ എക്സ്പെരിമെൻ്റലായിട്ട് പല രീതിയിലുള്ള പ്ലാന്റ്സ് വയ്ക്കുന്നുണ്ട്. ഇപ്രാവശ്യം വെച്ചത് ടൊമാറ്റോ ആണ്. ഇതിന് മുന്നേ കുക്കുംബർ, പയറൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. ടൊമാറ്റോ ഇപ്രാവശ്യം നല്ല ഈൽഡ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇൻഡിറ്റർമിനേറ്റ് ടൈപ്പ് വെറൈറ്റിയാണ്. അതായത് പോളി ഹൗസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒറ്റ വള്ളിയായിട്ട് പോകുന്ന ടൊമാറ്റോ ആണ്. അത് കണ്ടാലറിയാതെ കണ്ടില്ലേ, നല്ല വള്ളിയായിട്ടുള്ള ടൊമാറ്റോസാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഏകദേശം ഒരു 6-7 മാസം നിന്ന് കായ്ക്കുന്നതാണ്. ഓരോ 2 ഇല കൂടുമ്പോഴേക്കും ഓരോ ക്ലസ്റ്റർ ടൊമാറ്റോ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹൈ ഈൽഡിംഗ് ആണ്. കുറേ കൂടുതൽ കാലം നമുക്ക് ഇതിനകത്ത് നിന്ന് ഹാർവസ്റ്റ് എടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ വരുമ്പോഴേക്കും ഒരു 2, 3, 5 കിലോ വരെയൊക്കെ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഏകദേശം ഈൽഡ് കിട്ടുന്നതാണ് ഈ ഒരു വെറൈറ്റി. അതൊരു അത്യാവശ്യം നല്ല ഷെൽഫ് ലൈഫ് കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ടൊമാറ്റോ ഫ്രൂട്ട്സാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, കണ്ടില്ലേ. നമ്മുടെ ഒരു കുഞ്ഞു ഫാം എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റെയിൻ ഷെൽട്ടറിലുള്ളതാണ് ഇരിക്കുന്നത്. ഹൈഡ്രോപോണിക്സിനകത്ത് നമുക്ക് മഴവെള്ളം വീഴാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലാണ് ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നത്. ഇതിനകത്ത് ഹൈ ഡെൻസിറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഒരു പ്ലാന്റ്സ് വളരെ ക്ലോസ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ 1000 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 400 പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റും ഇതിനകത്ത് നിന്ന്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൃഷി ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം, കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ചെടി വളർത്താനായിട്ട് മണ്ണിൻ്റെ ആവശ്യം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരം ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, ചെടി മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന വളവും വെള്ളവും നമ്മൾ കൃത്രിമമായിട്ട് ചെടിയുടെ വേര് പടലത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനേക്ക് വേണ്ടി കുറച്ച് സിസ്റ്റംസ് വേണം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡീപ്പ് ഫ്ലോ ടെക്നിക്ക് എന്ന് പറയുന്നൊരു സിസ്റ്റമാണ്. ഇതുകൂടാതെ NFT ഉണ്ട്, ഡച്ച് ബക്കറ്റ് ഉണ്ട്, മീഡിയ ബേസ്ഡ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പല രീതിയിലുള്ള ഹൈഡ്രോപോണിക് സിസ്റ്റംസ് ആണ്. ബേസിക്കലി ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ചെടിയുടെ വേരിലേക്ക് ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൃത്രിമമായിട്ട് എത്തിക്കുക എന്നുള്ളത്, ആ ഒരു ധർമ്മം മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് പൈപ്പിനകത്താണ്, 6 ഇഞ്ചിൻ്റെ PVC പൈപ്പിനകത്താണ് വെച്ചിരിക്കുന്നത്. ചെടികളൊക്കെ വേരൊക്കെ വെള്ളത്തിലാണ് ഇങ്ങനെ വളരുന്നത്, കണ്ടില്ലേ. ഈ പൈപ്പിനകത്തോടെ ഒഴുകുന്ന വെള്ളത്തിലാണ് ചെടിക്ക് ആവശ്യമുള്ള വളമെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്ത് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും. മണ്ണില്ലാത്ത കൃഷി രീതി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഇതെന്തോ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുണ്ടാക്കുന്നൊരു ടൊമാറ്റോസാണ്. അപ്പോൾ ഇതിന് നമുക്ക് മണ്ണിൽ വളർത്തുന്ന ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണിൽ വളർത്തുന്നതിനേക്കാളും ക്വാളിറ്റി കൂടിയ ടൊമാറ്റോസാണിത്. കാരണം ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന അത്രയും ക്വാളിറ്റിയുള്ള RO വാട്ടറാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ വേറെ എക്സ്റ്റേണൽ കണ്ടാമിനേഷൻസ് ഒന്നും തന്നെ അതിനകത്തോട്ട് കയറുന്നില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം ഏതൊക്കെ വളമാണ്, ഏതൊക്കെ ക്വാളിറ്റിയിലുള്ള വളമാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് ഇട്ട് കൊടുക്കുന്നത്, എനിക്കെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഫ്രൂട്ട് ഉണ്ടാവാനായിട്ട് ഈ പ്ലാന്റ് എന്തൊക്കെയാണ് വലിച്ചെടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ യാതൊരു കണ്ടാമിനേഷൻസ്, അതായത് ഹെവി മെറ്റൽസ് പോലുള്ള ലെഡ് പോലുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഈ ചെടിയിലോട്ട് കയറുന്നില്ല എന്ന് നമുക്ക് 100% ഉറപ്പാണ്. അങ്ങനെ വരുമ്പോഴേക്കും എൻ്റെ അഭിപ്രായത്തിൽ മണ്ണി വളർത്തുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ള ടൊമാറ്റോസാണ് ഇത് ഈ കാണുന്നത്. നമ്മൾ ഇത്രയും ടൊമാറ്റോ ഉണ്ടാക്കുമ്പോഴേക്കും ഇത് എവിടെ കൊണ്ട് സെയിലാക്കുമോ എന്നുള്ളതൊരു ചലഞ്ചാണ്. പക്ഷേ ക്വാളിറ്റിയുള്ള സാധനമുണ്ട്, ഈ സാധനത്തിന് എപ്പോഴും ഡിമാൻഡാണ്. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ടൊമാറ്റോയും അതായത് സമയത്ത് വിറ്റ് പോകുന്നുണ്ട്, ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. കൂടാതെ ഇത് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് വന്ന് വാങ്ങിക്കാറുണ്ട്. ഈ ഹൈഡ്രോപോണിക് കൃഷി രീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല ഇത്. കാരണം ഇതിനകത്ത് ടെക്നിക്കൽ നോളജ് കുറച്ച് വേണം. കൂടാതെ ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ കുറച്ച് ഹെവിയാണ്. പക്ഷേ നമ്മൾ ലോങ് റണ്ണിൽ നോക്കുമ്പോഴേക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം, പിന്നെ പ്ലാന്റ്സിൻ്റെ ഹെൽത്ത്, നമുക്ക് കിട്ടുന്ന ക്രോപ്പിൻ്റെ ഈൽഡ്, നമ്മൾ ഇതിനകത്ത് ഇടുന്ന എഫേർട്ടിൻ്റെ കണക്ക്, പിന്നെ ഈ സിസ്റ്റത്തിൻ്റെ ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും മണ്ണിൽ ചെയ്യുന്നതിനേക്കാൾ ഇത് ലോങ് റണ്ണിൽ ലാഭകരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് മണ്ണിൽ കൃഷി ചെയ്യാനുള്ള സാഹചര്യമില്ല. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റിലോ താമസിക്കുന്ന ആളാണ്. മണ്ണിൽ കൃഷി ചെയ്യേണ്ട തീരെ അവസരം ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഹൈഡ്രോപോണിക് കൃഷി രീതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ സ്കെയിലല്ല ഈ ഒരു ഹൈഡ്രോപോണിക് ഫാം കൊണ്ടുപോകുന്നത്, നമ്മുടെ പാഷൻ്റെ മേളിൽ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇതിൽ നിന്നൊരു ആദായം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്കെയിലിൽ ചിന്തിച്ചാൽ പോരാ. കാരണം നമുക്ക് സ്ഥിരമായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നെങ്കിൽ എപ്പോഴും നമുക്ക് പ്രൊഡ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കണം. ടൊമാറ്റോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 6 മാസം വേണ്ടി വരും ചെടി വളർന്നൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ ആ 6 മാസം നമുക്ക് വേറൊരു ബാച്ച് അപ്പുറത്തെ സൈഡിൽ റെഡി ആയിട്ടുണ്ടാവണം. അപ്പോൾ മൾട്ടിപ്പിൾ ബാച്ചസ് ഒരു ക്രോപ്പിന് വേണം. അതുപോലെ ഡിഫറെൻറ്റ് ക്രോപ്സ് ഒരു 4-5 ക്രോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ഒരു ഫാം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്കെയിലിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയൊരു ഏരിയ, കൂടുതൽ നമ്പർ ഓഫ് പ്ലാന്റ്സ്, മൾട്ടിപ്പിൾ ബാച്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ആദായം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് ഈ ഹൈഡ്രോപോണിക് ഫാമിംഗ് രീതി. അപ്പോൾ നമ്മൾ ഈ കൃഷി ഒരു 11 വർഷമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പറയുകയാണ്. ഇത്രയും പോസിറ്റീവ്സ് പറഞ്ഞതിനൊപ്പം തന്നെ ഇതിന് കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഇത് ഓൺ ടൈം ആയതുകൊണ്ട് നമുക്ക് ലോങ് ടൈം കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ മാനേജബിളാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതിനൊരു കവേർഡ് സ്പേസ് വേണം, ഓട്ടോമേഷൻ വേണം,
പിന്നെ ചില പ്രത്യേക ക്രോപ്പുകൾക്ക് ക്ലൈമറ്റ് കൺട്രോൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ ടെമ്പറേച്ചർ മാനേജ്, നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് പോളിഹൗസ് ഫാമിംഗ് അത്ര അനുയോജ്യമല്ല, കാരണം ഈ ഹ്യൂമിഡിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഓട്ടോമേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചെടി സിസ്റ്റത്തിലാണ് വയ്ക്കുന്നത്, മണ്ണൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമൻ പ്രസൻസ് ഇതിന് എപ്പോഴും വേണം. പല ആൾക്കാരുടെയും വിചാരം ചെടി വെച്ചിട്ട് നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നുള്ളൂ, നമുക്ക് ഹാർവസ്റ്റ് എടുക്കേണ്ട സമയത്ത് വന്നാൽ മതി എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇതെല്ലാം ജീവനുള്ള സാധനങ്ങളാണ്. നമ്മുടെ സാമീപ്യവും നമ്മുടെ തൊട്ട് തലോടലൊക്കെ അവർക്ക് ആവശ്യമാണ്. ഡെയിലിയുള്ള പരിചരണം വേണം. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിനകത്ത് ചെടി വളരേണ്ട മീഡിയം മണ്ണ് അത് മാത്രമേ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷൻസും എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ മണ്ണിൽ വയ്ക്കുന്ന പ്ലാന്റിൻ്റെ അതുപോലുള്ള കെയർ വേണം. അതൊക്കെ നമുക്ക് പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ വേണം. പ്ലാന്റ് ഹെൽത്തി ആണോ നോക്കണം, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഹൈഡ്രോപോണിക്സ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സ് എപ്പോഴും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും, നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഹൈഡ്രോപോണിക് കൃഷി രീതി കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ചൊരു ടെക്നിക്കൽ നോളജ് വേണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മാറ്റി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഹൈഡ്രോപോണിക് സിസ്റ്റംസൊക്കെ സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉള്ളൊരു സിസ്റ്റമാണിത്. നമുക്കൊരു ചെറിയ സ്പേസിൽ 38 പ്ലാന്റ്സ് വളർത്താൻ പറ്റുന്ന ഒരു സിമ്പിൾ സിസ്റ്റമാണ്. ഫുൾ കിറ്റായിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ടെറസിലോ ബാൽക്കണിയിലോ ഈവൻ ജനലുടെ സൈഡിലോ വയ്ക്കാൻ പറ്റുന്ന കുഞ്ഞ് ഹൈഡ്രോപോണിക് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. കൂടാതെ കുഞ്ഞു കുട്ടികൾക്ക് ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിഷ് ടാങ്കിൽ മീൻ വളർത്തുന്ന അത്ര ഈസി ആയിട്ട് ചെയ്ത് കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കിഡ്സ് കിറ്റൊക്കെ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്തൊരു ഇതിനൊപ്പം നമ്മൾ ചെയ്തൊരു ആശയമാണത്. ഒരു 6-7 കമ്പോണൻറ്റ് ചേരുന്ന ഒരു കിറ്റാണ് നമ്മൾ ഈ ഹൈഡ്രോപോണിക് കിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാം നമ്മുടെ യൂസറിന് തന്നെ ഈസി ആയിട്ട് ഒരു ജിക്സോ പസിൽ വയ്ക്കുന്ന അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഒരു വീഡിയോ ഇൻസ്ട്രക്ഷൻസും പിന്നെ കിറ്റിനോടൊപ്പം തന്നെ ഒരു പേപ്പർ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അത് നോക്കി തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതിനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് സന്തോഷ്, ഞാൻ ട്രിവാൻഡ്രത്താണ്, കാര്യവട്ടത്താണ് എൻ്റെ വീട്. ഈ ഒരു കുഞ്ഞ് ഫാം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നൊരു 7 മിനിറ്റ് ദൂരെയാണ്. ചെറിയൊരു ഫാം എന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കൃഷി നല്ല താല്പര്യമാണ്, പക്ഷേ നമുക്ക് 2 പേർക്കും ജോലിയുണ്ട്. ഞാനിവിടെ ടെക്നോ പാർക്കിൽ ഒരു MNCയിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വൈഫ് കാർത്തിക ഒരു MNCയിലെ പ്രോജക്റ്റ് മാനേജറാണ്. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ ഒരു ഇഷ്ടത്തിൻ്റെ മേളിൽ ചെയ്യുന്നൊരു ചെറിയൊരു കൃഷി പരിപാടിയാണ് ഈ കാണുന്നത്. മെയിനായിട്ട് ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്തായിരിക്കും നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിലുള്ള കൃഷി ഒരു ബുദ്ധിമുട്ടായി തോന്നിയ സമയത്തൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ ആയാസം കുറഞ്ഞ ഒരു ടെക്നിക്കായിട്ടുള്ള ഹൈഡ്രോപോണിക് ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ടെക്നിക്കിലാണ് കൃഷി കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ കൃഷി തുടങ്ങുന്ന സമയത്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറി വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾക്കൊരു മോളുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നിരഞ്ജന. അപ്പോൾ വീട്ടിലെ ആൾക്കാർക്ക് നല്ല ക്വാളിറ്റി ഫുഡ് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് തുടങ്ങി നമ്മളിപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറേ ആൾക്കാർക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള വെജിറ്റബിൾസ് കൊടുക്കാൻ സാധിക്കുന്നുമുണ്ട്. നമ്മൾ 11 വർഷം മുന്നേ കൃഷി സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ റൂഫ് ടോപ്പിലാണ്. അവിടെ തന്നെ ഹൈഡ്രോപോണിക്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരുവിധം നല്ല പരിചയമായ സ്ഥിതിക്ക് നമ്മുടെ റൂഫ് ടോപ്പ് തികയില്ല എന്നുള്ളൊരു സമയം വന്നപ്പോഴേക്കും നമ്മൾ ഈ ഒരു ചെറിയൊരു ഏരിയ വാങ്ങിക്കുകയും നമ്മളിതിനകത്തൊരു റെയിൻ ഷെൽട്ടർ കെട്ടുകയും കൃഷി ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ വീട്ടിൽ നിന്നൊരു 7 മിനിറ്റ് ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാനുള്ള സമയവും നമുക്ക് അവസരവും കുറച്ച് കുറഞ്ഞു പോയി. കൂടാതെ ജോലി തിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് കുറച്ച് ക്രോപ്പ് ലോസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴേക്കും ഇതിനകത്ത് ഒരു സൊല്യൂഷൻ എന്താണെന്ന് നോക്കി വന്നപ്പോഴേക്കാണ് നമുക്ക് ഇതിനകത്തൊരു ഫാം ഓട്ടോമേഷൻ്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലായത്. അതായത് ദൂരത്ത് നിന്ന് തന്നെ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് പല പാരാമീറ്റർ ലൈക്ക് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, ലൈറ്റിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ന്യൂട്രിയൻറ്റിൻ്റെ സിസ്റ്റം, പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് റിമോട്ടായിട്ട് അറിയണമെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് നടക്കത്തുള്ളൂ. അങ്ങനെ നമ്മളൊരു ചെറിയൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ളൊരു ഓട്ടോമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. മാർക്കറ്റിൽ 1-1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു ഓട്ടോമേഷൻ സിസ്റ്റം നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും അതിനുള്ള ഹാർഡ്വെയർസൊക്കെ ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് സിസ്റ്റം ഡിസൈൻ ചെയ്ത് ഇവിടെ ഡിപ്ലോയ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു. അത് നല്ല സക്സസ് ആയിരുന്നു. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈവൻ ക്യാമറ വഴി പോലും ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ പറ്റി. ആ ഒരു സിസ്റ്റം നമ്മൾ കഴിഞ്ഞ 2023 സംസ്ഥാന അവാർഡിന് സബ്മിറ്റ് ചെയ്ത് നമുക്ക് ആ വർഷത്തിലുള്ള നൂതന ആശയത്തിനുള്ള സംസ്ഥാന അവാർഡ് നമുക്ക് ലഭിക്കുകയും കൂടെ ഉണ്ടായി. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഫാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ 2 പേരുടെയും ജോലി IT ഫീൽഡിലാണ്, അത്യാവശ്യം നല്ല സ്ട്രെസ്സുള്ള ജോലിയാണ്. അപ്പോൾ ആ സ്ട്രെസ്സിൽ നിന്നൊക്കെ റിലീഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്തയിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ആശയമാണ് നമ്മുടെ കൃഷി എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ മണ്ണിലുള്ള കൃഷി തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ജോലിയുടെ ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് കുറച്ചുകൂടെ സീരിയസ് ആയപ്പോഴേക്കാണ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള ആശയം ഉദിക്കുകയും നാളെ ഹൈഡ്രോപോണിക്സിലോട്ട് സ്വിച്ച് ചെയ്തതും. ഇപ്പോൾ നമുക്ക് ജോലി കഴിഞ്ഞിട്ട് വന്നൊന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം, ഇവരെയൊക്കെ ഒന്ന് കണ്ട് ഈ കാഴ്ച നിൽക്കുന്നതൊക്കെ കാണുമ്പോഴേക്കുള്ളൊരു ആശ്വാസം, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ്. ഇതുപോലുള്ള കൃഷി രീതി നിങ്ങൾക്കും ചെയ്യാം. ഇതിനുള്ള കൂടുതൽ അറിവുകളായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ടുള്ള ഹൈബ്രിഡ് സീഡ്സ്, അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് കിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, shop.freshleaves.in. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ.
നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ്സ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സീഡ്സ് തന്നെയാണ് അതിനകത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഇട്ടിട്ടുള്ളത്. കൂടാതെ ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. ചില സമയങ്ങളിൽ നമ്മൾ ട്രെയിനിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വന്ന് ഹൈഡ്രോപോണിക്സ് പഠിച്ച് നല്ല രീതിയിൽ ഒരു കൃഷി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ.